ഇപ്പോൾ രാഹുൽ ഈശ്വറിനോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹണി റോസ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. രാഹുൽ ഈശ്വരനും സംഘവും ചേർന്നുകൊണ്ട് അവരെ വേട്ടയാടുന്നു, അവരുടെ കുടുംബവും അവരും വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയിലേക്ക് പോവുകയാണ് എന്ന്. രാഹുൽ, താങ്കൾ എന്തിനാണ് ഹണി റോസിനെ പിന്നാലെ നടന്ന് വേട്ടയാടുന്നത്? ഹണി റോസിനെതിരെ ഞാൻ ഒരു വാക്കോ ഒരു വരിയോ മോശമായി പറഞ്ഞു എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടാൽ എന്നെ വിചാരണ പോലും കൂടാതെ ജയിലിലിടണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അതായത് ഹണി റോസിനെ ഏതെങ്കിലും രീതിയിൽ ആഭാസം പറയുകയോ മോശം പറയുകയോ വ്യംഗ്യം പറയുകയോ ഞാൻ ചെയ്തു എന്ന് എവിടെയെങ്കിലും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ കാണുകയാണെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിലിടണം. ഹണി റോസിനെ വിമർശിച്ചുകൂടാന്നൊരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഹണി റോസ് മദർ തെരേസ ഒന്നും അല്ലല്ലോ. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുകയും ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 നമ്മുടെ മൗലിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വരുന്ന റീസണബിൾ റെസ്ട്രിക്ഷന്റെ താഴെ വരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം നിശ്ചയമായും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നോക്കൂ രാഹുൽ, ഇത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് ഒരുതരം നായ്ച്ചൂളം എന്ന് പറയും, ഡോഗ് വിസിൽ ഇങ്ങനെ പറയുക വഴി ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ വന്ന് ഇവരുടെ വസ്ത്രധാരണത്തെയും ഇവരാണ് കുഴപ്പക്കാരി, ഇവരാണിത് ട്രിഗർ ചെയ്തത് എന്ന നിലയ്ക്കുള്ള ഒരു അറ്റാക്കിന് താങ്കൾ നേതൃസ്ഥാനീയനായി നിന്നു കൊടുക്കുന്നു എന്നിടത്താണ് പ്രശ്നം. ഞാൻ ഒരു വരി പൂർണ്ണമായി പറയുന്നത് കേൾക്കണേ. രാഹുൽ ഈശ്വർ ജീവിതത്തിൽ ഒരിക്കലും യൂസ് ചെയ്യാത്തൊരു കാര്യമാണ് ഡോഗ് വിസിൽ. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും, ഒരിക്കലും വളഞ്ഞ വഴി പറയില്ല. സാക്ഷാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് അങ്ങനെ വിമർശിക്കാൻ മടി കാണിക്കാത്ത എനിക്ക് ഹണി റോസിനെ അങ്ങനെ നേരിട്ട് വിമർശിക്കാൻ മടിയുണ്ടെന്നാണോ? സാക്ഷാൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തെറ്റ് ചെയ്തപ്പോ വളഞ്ഞ വഴി കാര്യങ്ങൾ ചെയ്തപ്പോ അത് പച്ചയ്ക്ക് തുറന്നു പറയുന്ന എനിക്ക് ഹണി റോസിനോട് ഡോഗ് വിസിൽ ചെയ്യുന്ന കാര്യമുണ്ടോ? ഇനി അങ്ങ് ദയവായി ശ്രദ്ധിക്കണം. ഹണി റോസിനെ കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരിട്ട് കോംപ്ലിമെന്റ് ചെയ്യും, അതായത് നേരിട്ട് പ്രശംസിക്കും. നെഗറ്റീവ് പറയുന്നെങ്കിൽ വിമർശിക്കണമെങ്കിൽ നേരിട്ട് പറയും. അല്ലാതെ ഞാൻ കുന്തിയെന്നോ ഹണി റോസിന്റെ ശരീരഭാഗങ്ങളുടെയോ ഒന്നും പറഞ്ഞ് വിമർശിക്കില്ല. ദൈവത്തെ ഓർത്ത് ഒരു വരി കൂടി ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ 19 ഭാഗമാണ് വസ്ത്ര സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും എല്ലാം. അതിന്റെ താഴെ വരുന്നതാണ് ഡീസൻസി. ആ ഡീസൻസിയുടെ പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അല്ലാതെ എനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ല. ആ ഡീസൻസി ആരെങ്കിലും ലംഘിച്ചാൽ അതിനെ വിമർശിക്കണം. ഉദാഹരണം, ബോച്ചെ കുന്തി പറഞ്ഞത് ശരിയായില്ല, തെറ്റാണ്. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വസ്ത്രധാരണവും ശ്രദ്ധിക്കേണ്ടതാണ്. ഹണി റോസിനെ മാത്രമൊന്നുമല്ല, അമല പോളിനെ വിമർശിച്ചിട്ടുണ്ട്. അമല പോൾ ഇതേപോലെ നെക്ക് ലൈൻ വളരെ താഴ്ന്നൊരു ഡ്രസ് ഇട്ട് നമ്മുടെ എറണാകുളത്ത് കോളേജിൽ പോയി. അപ്പൊ ഒരു പൊതുവേദിയിൽ അങ്ങനെ പോകരുത് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമല്ലേ? ഹണി റോസിന്റെ കേസിനെ സ്വാഗതം ചെയ്യുന്നു. ഞാനും അഡ്വക്കേറ്റ് ആണ്. ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ആ കേസ് നേരിടും. വേറൊരു അഡ്വക്കേറ്റിനെ വെക്കാൻ, ഇപ്പൊ രാമപിള്ള സാറിനെ ഒന്നും വെക്കാനുള്ള കാശ് എന്റെ ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ നേരിടും. പക്ഷേ ഇന്നേ വരെ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ, അതായത് ഹണി റോസിനെയോ അമല പോളിനെതിരെയോ ലൈംഗികോദ്ദീപകമായ സഭ്യമല്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ശിക്ഷിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അങ്ങ് അഭിഭാഷകൻ കൂടിയാണല്ലോ, അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് ഇങ്ങനെ ഇത്തരം സാധ്യതകളെ ബാക്കി വെച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് വരും. ഞാൻ ചോദിക്കുന്ന രാഹുൽ, എന്തിനാണ് ഇത്തരം എല്ലാ കേസുകൾക്കകത്തും പോയി ഒരു പൊതു താല്പര്യത്തിന് അപ്പുറത്ത് നിൽക്കുന്ന വിഷയത്തിൽ താങ്കൾ അതിൻ്റെ ഒരു ന്യായീകരണവാദിയായി, ഒരു അഭിഭാഷകനായി എപ്പോഴും ചെന്ന് ചേരുന്നത് എന്തിനാണ്? നോക്കൂ, ഈ പ്രശ്നം സത്യത്തിൽ താങ്കൾ എടുക്കുന്ന ഈ പൊസിഷൻ ഹണി റോസിനെ ആക്രമിക്കാൻ ആളുകൾക്ക് കൂടുതൽ ഇന്ധനം നൽകുകയാണ് എന്നത് കാണണ്ടേ? അവരുടെ വസ്ത്രധാരണം നിയമപരമായി തെറ്റാണോ? നിയമപരമായി രാജ്യത്തെറ്റല്ല, പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് നിയമപരമായി തെറ്റാണ്. അപ്പൊ താങ്കൾ അപ്പുറത്ത് പോയി ബോബി ചെമ്മണ്ണൂർ ചെയ്തതിന് ചില കാരണങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിരുന്നല്ലോ എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. അത് അവരെ ആത്യന്തികമായി ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അല്ല, ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത 75 4-ാം ഉപവകുപ്പ് സെക്ഷുവലി കളേർഡ് റിമാർക്സ് എന്ന വകുപ്പിൽ വരുന്നതും, ഹണി റോസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി റീസണബിൾ റെസ്ട്രിക്ഷൻസ്, ഡീസൻസിയുടെ ലംഘനമോ അല്ലെങ്കിൽ ഡീസൻസിയെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യവുമാണ്. ഡീസൻസി ഇവിടെ എന്താണ്, അത് വിശദീകരിക്കപ്പെട്ടുള്ള ഒരു സംഗതിയല്ല. ആരുടെ ഡീസൻസി എന്ന പ്രശ്നമുണ്ടല്ലോ, ആരുടെ കാഴ്ചപ്പാടിലെ ഡീസൻസി? നമ്മുടെ കാഴ്ചകളുടെ പൊതു കാഴ്ചയുടെ ഡീസൻസി, അങ്ങനെ ഒരു കാര്യമില്ലേ? ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കാം. പെട്ടെന്ന് നിഷാവിന് വ്യക്തിപരമായിട്ട് ഞാൻ ഭയങ്കര ആത്മീയവാദിയാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ജൈന സന്യാസിമാർ നഗ്നരായി വരുന്നത് പോലെ നാളെ ഒരു പരിപാടി ഞാൻ അങ്ങനെ ചെന്ന് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ജൈന ദിഗംബരനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളല്ല എന്നെ ഈ വസ്ത്രത്തിൽ അല്ലെങ്കിൽ വസ്ത്രമില്ലായ്മയിൽ കണ്ടോളണമെന്ന് എനിക്ക് പറയാൻ പറ്റൂ? അതെന്താ ജൈന ദിഗംബരനായ എനിക്കൊന്നുമില്ല. അല്ല, രാഹുൽ ജൈന ദിഗംബരനായി പ്രഖ്യാപിച്ച് അവരെ പോലെ വസ്ത്രം ധരിക്കാനോ വസ്ത്രം ഒഴിവാക്കാനോ തീരുമാനിച്ചു വന്നാൽ എനിക്കെന്താ സാറേ? അങ്ങനെ എനിക്കൊരു പൊതു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ? നമ്മൾ ആരെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്?
ഞാൻ രണ്ട് ബഹുമാനപരിശോധന കാര്യം ചോദിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ കൂടി വീഡിയോ വന്ന ആയതുകൊണ്ടാണ്. അമല പോളിന്റെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഒരു പെൺകുട്ടി ഇരുന്ന് വാർത്ത ചെയ്യൂ. എന്തുകൊണ്ട് ചെയ്യില്ല? അത് ശരിയല്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ. ഞാൻ ഇനിയും നിഷാദിനോട് അടക്കമുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും കയ്യടി ഉപേക്ഷിക്കൂ. അവരുടെ കയ്യടിക്ക് വേണ്ടി ബാലൻസ് ഇല്ലാത്തൊരു നിലപാട് നമ്മൾ എടുക്കരുത്. ഇത് ഈ ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും കയ്യടിക്ക് വേണ്ടി കണ്ണടച്ചിരുട്ടാക്കി ആ ലിബറൽ ഫെമിനിസ്റ്റുകളുടെ പ്രോത്സാഹനത്തിനും പരിലാളനത്തിനും വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളെ തന്നെ ആത്യന്തികമായി ചോദ്യം ചെയ്യപ്പെടും. ഇത് ലിബറൽ കയ്യടിയുടെ പ്രശ്നമാണോ? ശരിക്കും രാഹുൽ, ഇതാ ഒരു നിയമപ്രശ്നം ഉണ്ടായിരിക്കുന്നു, ഒരു ക്രൈം ഉണ്ടായിരിക്കുന്നു. ആ ക്രൈമിൽ പോലീസ് ഇടപെടുന്നു, സ്റ്റേറ്റ് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ആ ക്രൈം ഉണ്ടാവാൻ അപ്പുറത്തും ചില കാരണങ്ങളുണ്ട്. അതിനാവശ്യമായ ചില പശ്ചാത്തലം ഒരുക്കി കൊടുത്തു എന്നൊക്കെ ബുദ്ധിമുട്ടിപ്പോയി നെഗറ്റീവ് ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അവരുടെ കേസ്, ആ കേസ് നടക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് മാറിയെന്നാ പോരെ? ഈ സത്യം എന്താണ്? ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു കോസ് ഉണ്ട്, ഒരു ഇഫക്റ്റ് ഉണ്ട്. ആ കോസിനെ ചൂണ്ടിക്കാണിക്കുകയല്ലേ ചെയ്തത്, അത് പാടില്ല എന്ന് പറയുകയല്ലേ ചെയ്തത്. ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ശരിയാണെന്ന് ആരെങ്കിലും ന്യായീകരിച്ചു? ഇനി ഒരു കാര്യം കൂടെ പറയാം. എന്റെ അടക്കമുള്ള യൂട്യൂബ് ചാനലുകൾ നോക്കുക. താഴെയുള്ള കമന്റുകളിൽ 99% ബഹുമാനത്തോട് ഹണി റോസിനെ വിമർശിക്കുന്നതാണ്. ഞാൻ എടുത്തു പറയാറുണ്ട്, നമ്മൾ ഹണി റോസിനെ ശക്തമായി വിമർശിക്കണം. പക്ഷെ ഹണി റോസിനെ വിമർശിക്കുന്നത് ഹണി റോസിന്റെ ശരീരത്തെ അല്ല, സമീപനത്തെയാണ്. ഹണി റോസിന്റെ സാരിയല്ല നമ്മൾ ആക്രമിക്കേണ്ടത്, ഹണി റോസിന്റെ നിലപാടിനെയാണ്. നമ്മുടെ മലയാളികളുടെ പ്രശ്നം, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ പ്രശ്നം, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്, ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് എന്ന ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ പാടില്ല. നമുക്കൊരു മധ്യവർത്തി നയം വേണം, ഒരു മിഡിൽ ഗ്രൗണ്ട് വേണം. മിഡിൽ ഗ്രൗണ്ട് എന്താ? ഹണി റോസ് പ്രഗത്ഭയായ കലാകാരിയാണ്, പക്ഷെ ദയവായി വസ്ത്രത്തിലൊന്ന് ശ്രദ്ധിക്കണം. ബോച്ചെ ഒരു വലിയ ഓന്ത്രപ്രണ്ടറാണ്, ചാരിറ്റി ചെയ്യുന്ന ആളാണ്, പക്ഷെ ബോച്ചെ ഈ ചെയ്യുന്നത് ശരിയല്ല. ബോച്ചെ 10-60 വയസ്സായ ഒരു വ്യക്തിയാണ്, മുതിർന്ന വ്യക്തിയാണ്. യുവാക്കളെ ഈ മോശമാക്കി തൃശ്ശൂർ പൂരത്തിന് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കാണുന്ന പിള്ളേർ വിചാരിക്കുന്നത് എന്താ? നമുക്കിതൊക്കെ ചെയ്യാമെന്നല്ലേ. ആ കാണുന്ന പെൺകുട്ടികൾ വിചാരിക്കുന്നത് എന്താ? ഹണി റോസിനെ പോലെ വസ്ത്രം ധരിച്ചിറങ്ങാമെന്നല്ലേ. അപ്പൊ അങ്ങനെ ആകരുത് എന്ന് പറയുന്നത് ഒരു കൺസേൺഡ് സിറ്റിസൺ ആയിട്ടല്ലേ. ഹണി റോസിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേദനയോടൊപ്പമാണ്. ഹണി റോസിന് ഡിപ്രഷൻ ഉണ്ടായിപ്പോ എന്നെ ഒരു ചാനൽ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ആ വേദനയോടൊപ്പമാണ്. ഇനി ഒരു വരി കൂടി ആത്മാർത്ഥമായി പറയാണ് കേട്ടോ, ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. അതായത് ഹണി റോസിന്റെ ആദ്യ സിനിമയിൽ എന്റെ സുഹൃത്തായ നാഷാണ് വില്ലനായിട്ട് അഭിനയിച്ചത്. ഹണി റോസിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഫാമിലിയെ കുറിച്ചും എല്ലാം ഗ്ലോയിങ് ആയ കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്, വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടെങ്കിൽ അവരോടൊപ്പമാണ്. പക്ഷെ വിമർശനമായി കാണണം. ഞാനൊക്കെ എല്ലാ ദിവസവും ഇരുഭാഗത്തു നിന്നും ചീത്ത കേൾക്കുന്നവരാണ്. അപ്പം നമ്മൾ പബ്ലിക് പേഴ്സണാലിറ്റികളാണ്. ഹണി റോസ് ആണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും. ഹണി റോസ് വലിയൊരു സെലിബ്രിറ്റിയാണ്, ഞാൻ കുറെ കൂടെ സാധാരണക്കാരനാണ്. പക്ഷെ ഹണി റോസ് ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കണം. കേസുമായി പൊക്കോളൂ, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു വരിയെങ്കിലും ഞാൻ ആഭാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണ കൂടാതെ എന്നെ തടവിലിടണം. ശരി, താങ്ക് യു രാഹുൽ ഈശ്വർ. താങ്കളുടെ പ്രതികരണത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി പോകുന്നു എന്നാണ് ഇപ്പോൾ ഹണി റോസ് പറയുന്നത്.